സൗദിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തത്തിന് ഇന്ന് 33 വയസ്സ്. ജിദ്ദയിലെ പ്രവാസികളുടെ മനസ്സിൽ ഇന്നും മായാതെ കിടപ്പുണ്ട് ആ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ. ജൂലൈ 11 ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്ന് ഒരു വിമാനം പറന്നുയർന്നു. നൈജീരിയക്കാരായ ഹജ്ജ് യാത്രികരായിരുന്നു വിമാനം നിറയെ. ബന്ധുക്കളെ വിമാനത്തിൽ യാത്രയയച്ച് മടങ്ങുന്നവർക്ക് ആ വിമാനം ആകാശത്ത് കാണാമായിരുന്നു. വളരെ പെട്ടെന്ന് ആ വിമാനം ഒരു തീഗോളമായി നിലത്തോട്ട് പതിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 261 പേരും തൽക്ഷണം മരിച്ചു. ടേക്ക് ഓഫിനിടെ വിമാനത്തിന്റെ ടയർ അമിതമായി ചൂടാവുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തതാണ് അപകടത്തിന് കാരണമെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തി. 1968 നിർമ്മിച്ച വിമാനം നൈജീരിയ എയർവേസിന് ലീസിന് നൽകിയതായിരുന്നു. നൈജീരിയൻ യാത്രക്കാരെ ജിദ്ദയിലേക്ക് കൊണ്ടുവരികയും തിരിച്ചു കൊണ്ടുപോവുകയുമായിരുന്നു ആ വിമാനത്തിന്റെ പ്രധാന യാത്രാ ദൗത്യം. വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ടേക്ക് ഓഫ് സമയത്ത് തന്നെ വിമാനത്തിന് തീപിടിച്ചുവെന്ന് ചുരുക്കം. അടുത്ത നിമിഷം തന്നെ വിമാനത്തിനകത്ത് പരിഭ്രാന്തി നിറഞ്ഞു. തീയുമായി ബന്ധപ്പെട്ട സർക്യൂട്ട് തകരാറുകൾ മൂലമുണ്ടാകുന്ന മുന്നറിയിപ്പുകളാൽ ജീവനക്കാർ ഭയവിഹ്വലരായി. അടിയന്തര ലാൻഡിംഗ് അല്ലാതെ ക്യാപ്റ്റന് മുന്നിൽ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വിമാനത്തിനകത്ത് പുക നിറഞ്ഞിരുന്നു. വിമാനം ടേക്ക് ഓഫിന് തയ്യാറെടുക്കും മുമ്പ് ലീഡ് മെക്കാനിക് 2-4 നമ്പർ ടയറുകളിൽ പ്രഷർ കുറവാണെന്ന് കണ്ടെത്തിയിരുന്നു. പ്രഷർ കൂട്ടാൻ നിർദ്ദേശിച്ചെങ്കിലും നൈട്രജൻ വാതകം പെട്ടെന്ന് ലഭ്യമായില്ല. കൂടുതൽ സമയം അനുവദിക്കാൻ പ്രോജക്ട് മാനേജർ തയ്യാറായതുമില്ല. ടയറിലെ മർദ്ദവ്യതിയാനമാണ് അപകടത്തിലേക്ക് നയിച്ച പ്രധാന കാരണം. ടയർ തകരാറിലായാൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളും സ്വീകരിച്ചിരുന്നില്ല. ടയർ തകരാറിലായാൽ ടേക്ക് ഓഫ് അനുവദിക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ ഇവിടെ അക്കാര്യവും പരിഗണിച്ചതേയില്ല. സൗദി അറേബ്യയിലുണ്ടായ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തമായിരുന്നു ഇത്. 1980 ഓഗസ്റ്റ് 19 റിയാദിലുണ്ടായ വിമാനാപകടമായിരുന്നു ഏറ്റവും വലുത്. 301 പേരാണ് അന്ന് മരിച്ചത്. കറാച്ചിയിൽ നിന്ന് റിയാദ് വഴി ജിദ്ദയിലേക്കുള്ള വിമാനം തീപിടുത്തത്തെ തുടർന്ന് എമർജൻസി ലാൻഡിംഗ് നടത്തുകയായിരുന്നു. ഈ നടുക്കുന്ന അപകടത്തിന്റെ ഓർമ്മ ഇന്നും പ്രവാസികളുടെ മനസ്സിലുണ്ട്.